ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവ്രിവൺ, എല്ലാവർക്കും ബാസ് ഓൺലൈൻ ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയാണ് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അസൈൻമെൻറ്റ് എഴുതുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ട് നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് നിങ്ങൾ അസൈൻമെൻറ്റ് എഴുതേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ BA, BCom, BSW, BBA പോലെയുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ. നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇഗ്നു യൂണിവേഴ്സിറ്റിയിലെ അസസ്മെന്റ് ക്രൈറ്റീരിയാസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒന്നാണ് നിങ്ങളുടെ ഈ ഒരു അസൈൻമെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ എഴുതുന്ന എല്ലാ പേപ്പേഴ്സിനും നിങ്ങൾക്ക് അസൈൻമെന്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു പേപ്പറിന്റെ എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നേ നിങ്ങൾ ആ ഒരു പേപ്പറിന്റെ അസൈൻമെന്റ് നിർബന്ധമായിട്ടും സബ്മിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഇനി എങ്ങനെയാണ് അസൈൻമെന്റ് എഴുതേണ്ടത് എന്ന് നോക്കാം. നോർമലി ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ 20 മാർക്സിന്റെ essay ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് അസൈൻമെന്റ് വരുന്നത്. സോ അസൈൻമെന്റ് എഴുതുന്നതിന്റെ മുന്നേ നിങ്ങൾ നിങ്ങളുടെ അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തിരിക്കണം. അത് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യണം. ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്തിട്ട് മാത്രമായിരിക്കണം നിങ്ങൾ ആൻസേഴ്സ് എഴുതേണ്ടത്. അപ്പോൾ ഇനി ഒരു അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കുകൾ, റെഫറൻസ് ബുക്കുകൾ, വെബ്സൈറ്റുകൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻഫോർമേഷൻസ് കിട്ടുന്ന അതർ സോഴ്സസ്, ഇതിൽ നിന്നൊക്കെയുള്ള ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്തിട്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മറ്റു റിസോഴ്സുകളിൽ നിന്നും കൂടെ നിങ്ങൾ ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്തിട്ട് ആൻസർ എഴുതുന്ന സമയത്ത് അത് നിങ്ങളുടെ എക്സാമിനും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഓരോ സബ്ജക്റ്റിൻ്റെയും അസൈൻമെൻറ്റുകൾ എഴുതുന്ന സമയത്ത് അതിൻ്റെ ആൻസേഴ്സിന് നിങ്ങൾ സ്റ്റുഡൻസിന് ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു പ്ലാൻ അനുസരിച്ചിട്ട് സ്ട്രക്ചേർഡ് ആയിട്ടായിരിക്കണം നിങ്ങൾ ആൻസേഴ്സ് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങളുടെ അസൈൻമെൻറ്റിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആണ് നിങ്ങൾ എഴുതുന്ന അസൈൻമെൻറ്റിന് ഒരു നല്ല സ്ട്രക്ചർ ഉണ്ടായിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇനി എങ്ങനെയാണ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു അസൈൻമെന്റ് എഴുതുക എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻ നമ്പർ മറക്കാതെ നിങ്ങൾ എഴുതണം. പിന്നെ വരുന്നത് അസൈൻമെന്റിന്റെ മെയിൻ ഹെഡിങ് ആണ്. അത് നിർബന്ധമായിട്ടും നിങ്ങളുടെ പേപ്പറിൽ ഉണ്ടായിരിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് വരുന്ന ഭാഗമാണ് ബോഡി പാർട്ട് എന്നുള്ളത്. ഈ ഒരു ബോഡി പാർട്ടിൽ നിങ്ങൾ സബ് ഹെഡിങ്ങുകളും അതുപോലെ തന്നെ മെയിൻ പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്യണം. നിങ്ങൾ എഴുതുന്ന മെയിൻ പോയിന്റ്സിന്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നിങ്ങളുടെ അസൈൻമെന്റിൽ കൺക്ലൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമ്മറി കൂടെ കൊടുത്തിരിക്കണം. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ട് നിങ്ങളൊരു അസൈൻമെന്റ് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 80-ലധികം മാർക്ക് ഇതിൽ നിന്ന് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ എഴുതുന്ന ഓരോ അസൈൻമെന്റിന്റെയും ടോട്ടൽ മാർക്ക് 100-ലായിരിക്കും വരുന്നത്. ഈ 100-ൽ 35 മാർക്കാണ് നിങ്ങളുടെ പാസ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ടായിരിക്കണം നിങ്ങളൊരു അസൈൻമെന്റ് എഴുതേണ്ടത്. ഇനി അസൈൻമെന്റ് എഴുതുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന കമന്റ് സെക്ഷനിൽ കമന്റ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. നമ്മൾ അതിനുള്ള മറുപടി ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എനിവേ, താങ്ക് യു.